ഇന്നത്തെ വീഡിയോയിൽ കുറേ നിർണായകമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആദ്യമേ കുറച്ച് വിഷയങ്ങൾ നോക്കാം. കാരണം ട്രംപും അസിം മുനീറും ഷഹബാസ് ഷെരീഫും ഇവർ മൂന്നുപേരും കൂടി രഹസ്യമായിട്ട് നടത്തിയ സംഭാഷണം എന്താണ്? ഈ ഷഹബാസ് ഷെരീഫും അതേപോലെ അസിം മുനീറും ഈ ബ്രീഫ് കേസിൽ കുറച്ച് കല്ലും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി കാണിച്ചല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ എവിടെ വരെ എത്തിയിട്ടുണ്ട്? അപ്പം അത് ട്രംപ് വെറുതെ ഇരുന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് വേറൊരു കമ്പനിയുമായിട്ട് അതിനെ ബന്ധിപ്പിച്ചിട്ടുണ്ട്? ഈ അമേരിക്കയിലെ നോവ മിനറൽസ് എന്ന് പറഞ്ഞ കമ്പനിയുമായിട്ട് പാകിസ്ഥാനിൽ ഹിമാലയൻ മൈനിങ് കമ്പനി രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു $100 മില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ട് ഒരു മൈനിങ് എക്സ്കവേഷൻ തുടങ്ങുകയാണ്. അപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ അവർ പറയുന്നത് ആൻറ്റിമണിയാണ് ഏറ്റവും കൂടുതൽ അവർ ഉദ്ദേശിക്കുന്നത്. ഗോൾഡ്, ക്രോമൈറ്റ്, അങ്ങനെ കുറച്ച് നമ്പർ ഓഫ് മിനറൽസ് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഹാപ്പി മൂഡോട് കൂടിയാണ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയത്. തീർച്ചയായിട്ടും ഈ നോവ മിനറൽസിൻ്റെ ഓണറും അതേപോലെ പാകിസ്ഥാൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് എല്ലാം കൂടി ചേർന്നിട്ടാണ് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ലോക്കൽ സപ്പോർട്ടൊക്കെ വേണം, കാരണം ലോക്കൽ സപ്പോർട്ട് ഇല്ലാതെ അവിടെ മൈനിങ് ഒന്നും നടക്കത്തില്ല. അതേപോലെ മൈനിങ് പ്ലാന്റ് അവിടെ പാകിസ്ഥാനിൽ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ വിഷയവുമായിട്ട് മുന്നോട്ട് പോവാണ്. പ്രത്യേകിച്ചും ഈ ഹിമാലയൻ റീജിയനിൽ ഇവർ ഇന്ത്യയെ പ്രശംസിച്ചുകൊണ്ടുള്ള വാഗ്ദാനങ്ങളും അപ്രിസിയേഷൻസും മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാതെ ഇന്ത്യയുമായിട്ട് വളരെ ഡെഡിക്കേറ്റീവ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അമേരിക്ക ബിൽഡ് ചെയ്ത് കൊണ്ടുപോകുമെന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം ഇന്ത്യയുമായിട്ട് ശത്രുതയിൽ നിൽക്കുന്ന പാകിസ്ഥാൻ്റെ അടുത്ത് പോയിട്ട് ഈ രീതിയിലുള്ള ഡീലുകളൊക്കെ സൈൻ ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഇതാണ് നമ്മൾ അമേരിക്കയെക്കുറിച്ച് പറയുന്നത്. അല്ലാതെ അമേരിക്ക ആനയാണ്, അമേരിക്ക ചേനയാണെന്നൊക്കെ പറഞ്ഞിട്ട് ചിലരൊക്കെ ഇരുന്ന് തള്ളിയിട്ട് നമ്മൾ അമേരിക്കയുടെ അടുത്ത് പോയിട്ട് കാല് പിടിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന വിഷയമല്ല. നമ്മളിത് പണ്ട് തൊട്ടേ നമ്മുടെ നിലപാട് ഇതാണ്. അമേരിക്ക എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് എല്ലാം പറയുന്നത്. ഇതാ ഞാൻ ആ കമ്പനിയുടെ ഓണറിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാനിവിടെ ചെറുതായിട്ടൊന്ന് വെക്കാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടോളൂ. When we looked at Pakistan, we already knew geologically very big good potential for mineral resources. We know that. But coming here to find a local partner, when we first came here and we were told about Pakistan on paper, when we first met, it all looked good. And so this week we've traveled around Pakistan looking at Himalayan Earth Exploration's properties, operations, and we never intended initially, after 1 week of being here, to sign such an important agreement and strategic alliance. Well, I've been doing this business, this minerals business around the world for over 30 years, and this alliance and this partnership and this collaboration is certainly the most comfortable, the most exciting, the most trustworthy type of agreement, and we're very, very excited about it. And like I said earlier, today we sign an agreement, tomorrow we get to work. And what is the initial amount of MOU? What do you think? An initial expenditure, we're looking somewhere in the range of $100 million, somewhere in the range of that. We're starting with antimony. There's a big need for that in the United States, and then we're branching into, with all these properties and projects that Himalayan Earth Exploration has, gold, other critical elements, rare earths, chromite, the list just goes on. And all of these are critical to the United States. And so this is what bilateral relationships and cooperations look at. We've been a first mover with that. And with our team, with Himalayan Earth Exploration and Nova Minerals, keep us on your radar. Big things to come. പറഞ്ഞ വിഷയങ്ങൾ തന്നെയാണ് അവർ ഈ ഹിമാലയൻ മിനറൽ കമ്പനി, ഈ ഹിമാലയൻ മൈനിങ് കമ്പനിയുടെ പാകിസ്ഥാനി റെപ്രസെൻറ്റേറ്റീവും അതേപോലെ ഈ നോവ മിനറൽസിൻ്റെ അമേരിക്കൻ പ്രതിനിധികളും അവിടെ നിന്നിട്ട് സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണ്, ഞങ്ങൾക്കിതൊരു ഗുഡ് ഓപ്പർച്യൂണിറ്റിയാണ്. അതുപോലെ തന്നെ ഞങ്ങൾ ഇതിൽ ഒരു ലോങ് ഫ്യൂച്ചർ, ഇനിഷ്യലി ഞങ്ങൾ 100 മില്യനാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിലൂടെ ഒരു ലോങ് സ്റ്റാൻഡിങ് റിലേഷൻഷിപ്പ്, സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് എന്നാണ് പറയുന്നത് ഈ മിനറൽ മൈനിങ്ങിൽ. ഓക്കെ, ഇതാണ് അവർ പറഞ്ഞു വെക്കുന്ന വിഷയം. അടുത്തത് നമ്മൾ പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം നോക്കി കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ ഉള്ളിൽ ഇന്ന് രാവിലെ തന്നെ പൊടുന്നതിനെ പൊട്ടിത്തെറി എന്ന് പറഞ്ഞാൽ FC ഹെഡ്ക്വാർട്ടേഴ്സ്, അവരുടെ ഫ്രണ്ടിയർ കോപ്സിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ്, മിലിറ്ററിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ്, ഇത് പിഷാവർ, ഖൈബർ പഖ്തൂൺവ മേഖലയിലെ പിഷാവർ എന്ന് പറഞ്ഞ ആ സിറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഹെഡ്ക്വാർട്ടേഴ്സിന് മുന്നിൽ ഒരു വണ്ടി വന്ന് നിൽക്കുന്നു. ആ നിൽക്കുന്ന വണ്ടി അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. പൊട്ടിത്തെറിച്ച പാടെ അതിന് ചുറ്റുപാടുമുള്ള ആൾക്കാർ, കുറേ ആൾക്കാരൊക്കെ പെട്ടെന്ന് തന്നെ അവർ ഈ ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് കടന്ന് കയറുന്നുണ്ട്. അവർ ഈ മുറിവേറ്റ ആൾക്കാരെല്ലാം തന്നെ ഈ ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ ആ ഒരു ഫ്രണ്ട് കോർട്ട്യാർഡിൽ വന്നിട്ട് അവിടെ ഇരിക്കുകയാണ്. ഈ പൊട്ടിത്തെറി ഉണ്ടായ പാട് ആ ആഘാതത്തിൽ പെട്ടെന്ന് അവർക്ക് എന്ത് സംഭവിച്ചെന്നറിയില്ല. ഒരു സിവിലിയൻ ജസ്റ്റ് മുതുകിലൊക്കെ പിടിച്ചുകൊണ്ട് ഈ കോർട്ട്യാർഡിൽ വന്ന് ഇരിക്കുകയാണ്. ആദ്യം നിൽക്കുന്നുണ്ട്, പിന്നെ അയാൾക്ക് നിൽക്കാൻ കഴിയുന്നില്ല, പിന്നെ അയാൾ ഇരിക്കുകയാണ്. ആ പൊട്ടിത്തെറി കഴിഞ്ഞ പാടെ 6 മുതൽ 8 മിലിറ്റൻസ്, അതായത് ഈ TTPയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് ഈ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത്, തെഹ്രീക്ക് താലിബാനികൾ. അപ്പോൾ അവർ ഈ ഓഫീസിനുള്ളിലേക്ക് കടന്ന് കയറി വരികയും നിരവധി മിലിറ്ററി ഉദ്യോഗസ്ഥരെ വെടിവെച്ചതായിട്ടുള്ള വാർത്തയും കൂടി വരുന്നുണ്ട്. ഏതാണ്ട് 26ഓളം പേര് കൊല്ലപ്പെട്ടു ഈ ഒരു ആക്രമണത്തിൽ. ഇന്ന് രാവിലെ സംഭവിച്ചതാണ്. നിരവധി പേർക്ക് പരിക്കുണ്ടെന്നുള്ള വാർത്തയും കൂടി വരുന്നുണ്ട്. ഇത് കൂടാതെ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബഖാഖിൽ ബന്നു എന്ന് പറഞ്ഞൊരു സ്ഥലം,
ഈ ബനു ബഖാക്കിൽ എന്ന് പറഞ്ഞൊരു സ്ഥലം, ഈ സ്ഥലം എപ്പോഴും പ്രശ്നമുണ്ടാകുന്ന ഒരു സ്ഥലം തന്നെയാണ്. ആ സ്ഥലത്ത് ഡ്രോൺ അറ്റാക്ക്, അതായത് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ്റെ ഉള്ളിലേക്ക് ഡ്രോൺ അയച്ച് ആക്രമണം നടത്തി എന്നുള്ളതാണ് ഈ ഒരു വാർത്ത. അതിലും ഈ ബോർഡർ ഗാർഡിന് അപകടം സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കാഷ്വാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. പിന്നെ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇപ്പം കുറച്ച് നാളുകൊണ്ടേ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. പാകിസ്ഥാൻ തുടരെ ഇന്ത്യക്കെതിരെയുള്ള പ്രൊവോക്കേറ്റീവ് സ്റ്റേറ്റ്മെന്റുകളാണ് എപ്പോഴും പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ അവിടെ ഈ സിന്ധ് എന്ന് പറഞ്ഞ പ്രൊവിൻസിൽ പാകിസ്ഥാന്റെ ഉള്ളിൽ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. ദിവസേന നല്ല രീതിയിലുള്ള പ്രൊട്ടസ്റ്റാണ് അവിടെ നടക്കുന്നത്. ഈ പ്രൊട്ടസ്റ്റിന് ഊർജ്ജം പകരുന്ന രീതിയിലായിപ്പോയി രാജ്നാഥ് സിംഗിന്റെ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ് അവരുടെ പരാതി. പാകിസ്ഥാന്റെ രാജ്നാഥ് സിംഗ് പറഞ്ഞത് ഈ സിന്ധ് പ്രൊവിൻസ് വീണ്ടും ഇന്ത്യയുടെ സൈഡിലേക്ക് ആകുമോ എന്നുള്ള ഒരു വേവലാതി പങ്കുവച്ച രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ്. അതാണ് ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് പറഞ്ഞത്. ഈ സ്റ്റേറ്റ്മെന്റ് അവരെ വൈകാരികമായിട്ട് ഭയങ്കരമായിട്ട് പ്രകോപിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ റെഡിയാണോ, എന്നാൽ പിന്നെ വരൂ എന്നുള്ള രീതിയിലുള്ള ഒരു കോൾ ഫോർ, അതായത് യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മുറവിളി കൂട്ടുന്ന ഒരു അവസ്ഥയായിട്ടാണ് ഇപ്പം മാറിയിരിക്കുന്നത് ഈ സ്റ്റേറ്റ്മെന്റ്. അത്രമാത്രം അവർക്ക് വൈകാരികമായിട്ട് പൊള്ളലേറ്റിട്ടുണ്ട്. ഈ സിന്ധ് പ്രൊവിൻസ് ഇന്ത്യയോടൊപ്പം ചേർക്കുമെന്ന് പറയാതെ രാജ്നാഥ് സിംഗ് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ്. ഇന്ത്യ ഏറ്റവും കൂടുതൽ സിലിഗുരി കോറിഡോർ ആ ഒരു ഏരിയയിലേക്ക് മിലിറ്ററി ഡിപ്ലോയ്മെന്റ് നടത്തുകയാണ്. ഇവിടെ ഡിപ്ലോയ്മെന്റ് നടത്താനുള്ള കാരണം ഈ ലാൽമോണി ഹട്ട് എന്ന് പറഞ്ഞ ആ ഒരു ഏരിയയിൽ സിലിഗുരിയുടെ തൊട്ട് താഴെ ബംഗ്ലാദേശ് ഒരു പുതിയ എയർ ബേസ് അവർ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ എയർ ബേസ് ഇന്ത്യക്ക് വല്ലാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ട് ഈ എയർ ബേസ് സൃഷ്ടിക്കുന്നുണ്ട്. ഇന്ത്യ സെക്യൂരിറ്റി മെഷേഴ്സ് കുറച്ചുകൂടെ ശക്തമായിട്ട് ആ ഒരു മേഖലയെ കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുണ്ട്. ഒരുപാട്, അതായത് അസാമിന്റെ മുഖ്യമന്ത്രി, അതുപോലെ തന്നെ BSFന്റെ ചീഫ്, അതേപോലെ ആർമി ജനറൽ, അതുപോലെ പലരും ഇന്ത്യയുടെ പല വിവിധ സേനകളിൽപ്പെട്ട തലവന്മാർ ആ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് വികസിപ്പിക്കാനുള്ള പദ്ധതി ഒരുങ്ങുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ഈ ഒരു ചിക്കൻ നെക്ക് അഥവാ സിലിഗുരി കോറിഡോർ എക്സ്പാൻഷൻ പ്ലാൻ ആണ് ഇന്ത്യ ഒരുക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഈ സിലിഗുരി കോറിഡോർ ഈ ഇന്ത്യക്കുള്ളിൽ ഈ ഡൽഹിയിൽ നടന്ന ഒരു പൊട്ടിത്തെറിയില്ല, ആ പൊട്ടിത്തെറിയുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കണക്ഷൻ ഈ ഒരു സിലിഗുരി കോറിഡോറിനും ബംഗ്ലാദേശിനും ഉണ്ട് എന്ന് ശക്തമായി NIA വിശ്വസിക്കുന്നുണ്ട്. അത് ഒരു പരിധിവരെ അത് ശരിയുമാണ്. അപ്പോൾ ആ രീതിയിലുള്ള അന്വേഷണങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം എന്തായാലും ആ മേഖല ഇപ്പോൾ കുറച്ച് ടെൻസ്ഡ് ആണ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ SIR എന്ന് പറഞ്ഞുള്ള ഒരു രജിസ്ട്രേഷൻ ഇന്ത്യൻ ഗവൺമെന്റ് നടപ്പിലാക്കുന്നുണ്ട്. SIR എന്ന് പറഞ്ഞിട്ട് ഇലക്ഷൻ കമ്മീഷനാണ് ഇത് നടപ്പിലാക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ വോട്ടർ പട്ടിക വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മളുടെ നാഷണാലിറ്റി ഉറപ്പുവരുത്തുന്ന രീതിയിൽ നമ്മളുടെ ആധാർ രേഖകളുടെ ഡീറ്റെയിലും അതേപോലെ എപ്പിക് നമ്പറും ഇലക്ഷൻ കാർഡിൽ കൊടുത്തിരിക്കുന്ന നമ്പർ അതെല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഫോം, ചെറിയൊരു ഫോമാണ്, 2-3 ഇൻഫർമേഷൻസേ ഉള്ളൂ. അത് ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആക്ച്വൽ ആധാർ കാർഡ് ഉള്ളവർക്കാണെങ്കിൽ ഓക്കെയാണ്. ആക്ച്വൽ ആധാർ കാർഡ് ഇല്ലാതെ ഈ ഫേക്ക് ആധാർ കാർഡ് അടിച്ച് വെസ്റ്റ് ബംഗാളിലും ബീഹാറിലും ഉത്തരാഖണ്ഡിലും ജാർഖണ്ഡിലൊക്കെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന ഈ ബംഗ്ലാദേശികൾക്കും നേപ്പാളികൾക്കും ഒന്നും ഇത് നടക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ആധാറിൻ്റെ ആക്ച്വൽ സൈറ്റിൽ വെരിഫൈ പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഡോക്യുമെന്റ്, ജസ്റ്റ് ഒരു കാർഡ്, അത്രയേ ഉള്ളൂ. ഇന്ന് ആധാറിനെ ഇമിറ്റേറ്റ് ചെയ്തുള്ള ഒരു കാർഡ്, അത്രയേ ഉള്ളൂ. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേര് ഈ SIR പദ്ധതി നടപ്പിലാകുന്നതോടുകൂടി ഒരുപാട് പേര് ഇപ്പം ഇന്ത്യ വിട്ട് പുറത്തോട്ട് പോകുന്ന രംഗമാണ്. ശരിക്കും വെസ്റ്റ് ബംഗാളിൽ നിന്ന് ഒരുപാട് പേര് ബംഗ്ലാദേശിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ബംഗ്ലാദേശിലേക്ക് ഡയറക്റ്റായിട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ അവരെല്ലാം നേപ്പാളിലോട്ട് കടക്കുകയാണ്. ഇപ്പം നേപ്പാളിലേക്ക് നടന്നു പോകുന്ന സാഹചര്യമാണ്. ബീഹാർ ടു നേപ്പാളിലേക്ക് ബീഹാറിൽ നിന്നും ഇന്ത്യയുടെ ആ ഒരു സൈഡിൽ കിടക്കുന്ന സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ നേപ്പാളിലേക്ക് നടന്നു പോവുകയാണ്. ഇപ്പം എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഈ SIR പദ്ധതി പൂർത്തിയായാൽ തന്നെയും നമ്മൾ അതിൻ്റെ ഫർദർ നടപടിക്രമങ്ങളിലേക്ക് മുന്നോട്ട് പോകണം. കാരണം ഈ SIR സബ്മിറ്റ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരെ തിരഞ്ഞുപിടിച്ച് അതിൻ്റെ എക്സ്പ്ലനേഷൻസ്, ഇല്ലെങ്കിൽ അവർക്കൊരു ഗ്രേസ് പീരീഡ്, അതായത് ഇത്ര ഒരു 30 days അല്ലെങ്കിൽ ഒരു 60 days അല്ലെങ്കിൽ ഒരു 15 days ഒരു ഗ്രേസ് പീരീഡ് കൊടുത്തിട്ട് വീണ്ടും അവർക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള സാഹചര്യം, വീണ്ടും ഈ കൊടുക്കാത്ത ആൾക്കാരൊക്കെ മിസ്സായി, അതായത് ഈ സബ്മിറ്റ് ചെയ്യാതെ വിട്ടുപോയ മിസ്സായ ആൾക്കാർക്കൊക്കെ ഒന്നുകൂടെ ഇത് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പൂർണ്ണമായിട്ടും ഇതിനെ സ്ട്രിക്റ്റ് ആക്കുക. ഇതിൻ്റെ ബേസിസിൽ സെൻസസ് എടുക്കുക. സെൻസസ് എടുത്തിട്ട് ഇത് ഉറപ്പുവരുത്തിയിട്ട് ഇല്ലീഗലായിട്ട് ആധാർ കാർഡ് വെച്ചുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഇന്ത്യക്കുള്ളിൽ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന ഈ അന്യരാജ്യത്തുള്ളവന്മാർ, അവന്മാരെ പിടിച്ച് ആദ്യം പുറത്താക്കുക. ഇത് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകണം. ഈ പദ്ധതി ഇങ്ങനെ ഒരു SIRൽ മാത്രം ഒതുങ്ങി പോകരുത്. ഈ വ്യാജ ID വെച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഇപ്പോൾ പേടിയാണ്. അവന്മാരെല്ലാം തന്നെ നാട് വിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ നാട് വിട്ടവന്മാർ ഈ SIR പദ്ധതി നമ്മൾ കുറച്ചാൾ നടപ്പിലാക്കിയിട്ട് പിന്നീട് ഇത് കുറച്ച് അയവ് വരുത്തി കഴിഞ്ഞാൽ ഇവന്മാർ വീണ്ടും തിരിച്ചു വരും. SIR അല്ലേ, അത് കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിലാവും. അങ്ങനെ ഒരു റിലാക്സേഷൻ കൊടുക്കരുത്. മുന്നോട്ട് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോകണം. അക്കൗണ്ടബിലിറ്റി ഉറപ്പുവരുത്തിക്കൊണ്ടിരിക്കുക. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതാണ് വേണ്ടത്. എന്നാൽ കുറച്ചെങ്കിലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ ജപ്പാനും ചൈനയും തമ്മിലുള്ള ആ ഒരു ക്ലാഷ് അതിങ്ങനെ തുടരുകയാണ്. ഈ ജപ്പാനിലെ സനെ തക്കൈച്ചി അവർ ഉദ്ദേശിക്കുന്ന പോലെയല്ല, അവർ വളരെ എഫക്റ്റീവായിട്ട് തന്നെ ചൈനയുമായിട്ട് ഡയലോഗ് റിട്ടാലിയേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ശരിക്കും അവരെന്താണ് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ ഈ തായ്വാന്റെ തൊട്ടടുത്ത് ഒരു ഐലൻഡ് ഉണ്ട്, യൂൻഷി ഐലൻഡ് എന്നാണ് വിളിക്കുന്നത്. യൂൻഷി ഐലൻഡ് ഇത് തായ്വാന്റെ തന്നെ ഐലൻഡാണ്. ഇത് തായ്വാന് സ്വന്തമായിട്ടുള്ള യൂൻഷി ഐലൻഡ്. അപ്പോൾ ഈ സെൻകാക്കു ഐലൻഡ് അല്ല, സെൻകാക്കു ആണ് ജപ്പാൻ അവകാശപ്പെടുന്നത് അവരുടെയാണെന്നുള്ളത്. പക്ഷേ ഈ യൂൻഷി ഐലൻഡ് ഉണ്ടല്ലോ, ഈ ഐലൻഡിലേക്ക് ജപ്പാന്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി
ടെക്കൈച്ചി പറഞ്ഞിരിക്കുന്നത് അവർ വളരെ ആവേശപൂർവ്വമാണ് കാര്യങ്ങളൊക്കെ നീക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ തായ്വാന്റെ കാര്യത്തിൽ ചൈന കൂടുതൽ ഇടപെടരുത്, ഈ യുങ്ഷി ഐലൻഡിൽ ഞങ്ങൾ മിലിറ്ററിയും അതേപോലെ കുറച്ച് ആയുധങ്ങളും ഡിപ്ലോയ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് ഫ്യൂച്ചറിലുള്ള ഭീഷണികളെ മറികടക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിപ്പോൾ ജപ്പാനിൽ നിന്ന് വരണ്ടല്ലോ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏതെങ്കിലും തരത്തിൽ തൈവാനെതിരെ നിങ്ങൾ ഭീഷണി ഉയർത്തുന്നു എങ്കിൽ ചൈന യൂങ്ഷി ഐലൻഡിൽ നിന്നും തൈവാനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഞങ്ങളുണ്ടാവും എന്നാണ് ജപ്പാൻ പറഞ്ഞിരിക്കുന്നത്. ബാക്ക് ടു ബാക്ക് ആർഗ്യുമെന്റ്. അന്ന് ഇന്തോനേഷ്യ 31 ചൈനീസ് ബോട്ടുകളെ അടിച്ച് തകർത്തെങ്കിൽ ഇന്ന് സൗത്ത് കൊറിയ ഇതേപോലെ ചൈനയുടെ ഫിഷിംഗ് ബോട്ടുകൾ, ഈ ചൈനയുടെ ഫിഷിംഗ് ബോട്ടുകൾ എന്ന് പറഞ്ഞാൽ ചെറിയ ബോട്ടൊന്നുമല്ല, അത് വലിയ ബോട്ടാണ്. അപ്പോൾ ആ രീതിയിലുള്ള വലിയ ബോട്ടുകളാണ് വരുന്നത് ഫിഷിംഗ് ബോട്ടായിട്ട്. ആ ഫിഷിംഗ് ബോട്ടുകൾ സൗത്ത് കൊറിയ ചൈനയുടെ ഫിഷിംഗ് ബോട്ട് അടിച്ച് തകർത്തിട്ടുണ്ട്. ഈ സൗത്ത് ചൈന സീയിൽ ചൈനയ്ക്കെതിരെ ചെറിയ ചെറിയ രാജ്യങ്ങളെല്ലാം തന്നെ ഇപ്പം ചൈനയെ കട്ടയ്ക്ക് ഒപ്പോസ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ സൗത്ത് കൊറിയ എങ്ങനെ അഗേൻസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഇന്തോനേഷ്യ നമ്മൾ 2 ദിവസങ്ങൾക്ക് മുമ്പ് വാർത്ത നോക്കിയതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ജപ്പാൻ കട്ടയ്ക്ക് ഒപ്പോസ് ചെയ്ത് നിൽക്കുകയാണ്. ഫിലിപ്പൈൻസ് ഓൾറെഡി ചൈനയ്ക്കെതിരാണ്. ഈ സാഹചര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്കും അമേരിക്കയുടെ ഒരു ഇന്റർഫെറൻസ്, ഈ ചെറിയ ചെറിയ രാജ്യങ്ങളെ വെച്ചിട്ട് അമേരിക്ക കളിക്കുന്നോ എന്നുള്ളൊരു ഡൗട്ട് ചൈനയ്ക്ക് വന്നിട്ടുണ്ട്. കാരണം വേറെ ഒന്നുമില്ല, ഷീ ജിൻപിങ്ങും ട്രംപും നടത്തിയ കൂടിക്കാഴ്ച പരാജയമായി തീർന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു പാകിസ്ഥാനിലേക്ക് വളരെ എഫക്റ്റീവായിട്ട് മുന്നോട്ട് പോകുന്നത്. കാരണം ഈ മിനറൽ മൈനിങ്ങുമായിട്ട് പാകിസ്ഥാൻ ആണെങ്കിൽ ചൈനയെ അവർ തള്ളിക്കളയുകയാണ്. പക്ഷേ ചൈന അത് അറിയുന്നുണ്ട്. പക്ഷേ ചൈനയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഇന്ത്യയുമായിട്ട് ഒരു ബാലൻസ്ഡ് ഡിപ്ലോമാറ്റിക് റിലേഷൻസ് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ പാകിസ്ഥാന്റെ സാന്നിധ്യം വളരെ അനിവാര്യമാണെന്നാണ് ചൈന വിശ്വസിക്കുന്നത്. അതാണ് അവരുടെ ഗെയിം പ്ലേയും. അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാനെ ഒന്നും അവർക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ പാകിസ്ഥാൻ ആണെങ്കിൽ ചൈനയെ അങ്ങ് ദൂരെ മാറ്റി നിർത്തിക്കൊണ്ട് അമേരിക്കയെ ഫുള്ളി പാകിസ്ഥാൻ്റെ ഉള്ളിലേക്ക് ഇറക്കി കളിക്കുകയാണ് ഇപ്പോൾ. ഇത് ചൈനയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഒന്നും ചെയ്യാനില്ല. പക്ഷേ തക്കം കിട്ടുമ്പോൾ ചൈന തിരിച്ചടിക്കും എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുന്നില്ല, ഫൈനാൻഷ്യൽ ഹെൽപ്പ് അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ചൈന അത് ഡിനൈ ചെയ്യാനുള്ള സാഹചര്യമാണ് കാണുന്നത്. അമേരിക്ക അങ്ങനെ ഒരു രാജ്യങ്ങളുമായിട്ടും സുഹൃത്ത് ബന്ധം ഭയങ്കര ഡീപ്പായിട്ട് വെച്ച് കൊണ്ടുപോകുന്ന രാജ്യമല്ല. കാരണം അവരുടെ ചേരിയിൽപ്പെട്ട രാജ്യങ്ങളായിട്ടുള്ള UK, കാനഡ, ഓസ്ട്രേലിയ, അമേരിക്കയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന അവരുടെ കൂട്ടായ്മയിലുള്ള രാജ്യങ്ങളായിക്കോട്ടെ, അതേപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളായിക്കോട്ടെ, എല്ലാവർക്കും തന്നെ ഏതെങ്കിലും തരത്തിൽ അവർക്കിട്ട് പണി കൊടുത്തിട്ടുണ്ട്. അതാണ് ചരിത്രം. അപ്പോൾ ആ ചരിത്രം നിലനിൽക്കുമ്പോൾ പാകിസ്ഥാൻ മാത്രം പാകിസ്ഥാനെയൊക്കെ ആവശ്യം കഴിഞ്ഞാൽ കറിവേപ്പില പോലെ എടുത്തങ്ങ് കളയും. അത് പാകിസ്ഥാൻ അറിയാമോ നമുക്കറിയില്ല. പാകിസ്ഥാൻ ആസിം മുനീർ ഏതാണ്ട് 10 വർഷത്തേക്ക് ഞാൻ ഇനി ഇവിടെ തന്നെ തുടരും, അത് ഞാൻ അമേരിക്കയുടെ സപ്പോർട്ട് നേടിയെടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ട്രംപിന്റെ വളരെ മച്ചാ കമ്പനിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് ഗുണമുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ as long as അമേരിക്ക ആ ഒരു ബെനിഫിറ്റ് കിട്ടുന്നത് വരെ അവരെ പ്രൊട്ടക്ട് ചെയ്യും. അപ്പോൾ അതെന്തായാലും ആ ഒരു പ്രൊട്ടക്ഷൻ, ആ ഒരു ഉറപ്പുണ്ടാവും. അപ്പോൾ ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത് ചൈനയ്ക്ക് എന്തായാലും ഒരു പാരയാണ്. ചൈനയുടെ ഒരു പൊസിഷൻ അനുസരിച്ച് ചെറിയ ചെറിയ രാജ്യങ്ങൾ വരെ ഇപ്പം ചൈനയ്ക്കെതിരെ തിരിയുന്ന ഒരു സാഹചര്യം സൗത്ത് ചൈന സീയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അതേപോലെ ഇസ്രായേൽ ഇന്നലെ ലെബനാനിൽ നടത്തിയ ആക്രമണത്തിൽ അഡീഷണൽ ആയിട്ട് ഒരു 4 പേര് കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്ത വരുന്നുണ്ട്. ഇത് ഹിസ്ബുള്ള തന്നെ അംഗീകരിച്ചിട്ടുണ്ട്. അവരുടെ സ്റ്റേറ്റ്മെന്റിൽ അവർ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ടബറ്റാബായ് എന്ന് പറഞ്ഞ അവനോടൊപ്പം ആ റൂമിൽ സംസാരിച്ചുകൊണ്ടിരുന്ന അവനോടൊപ്പമുള്ള 4 പേര്, അസാദ്, റിഫാദ്, ഇബ്രാഹിം അലി, പിന്നെ ഒരു ഹുസൈൻ എന്നൊക്കെ പറഞ്ഞുള്ള 4 പേര് അഡീഷണൽ ആയിട്ട്. അപ്പോൾ ടോട്ടലി ഒരു 5 പേരോളം ലെബനാനിൽ ഇന്നലെ, അതും സീനിയർ സ്റ്റാഫ് കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ ഒരു പ്രിസൈസ് അറ്റാക്കിൻ്റെ ഒരു കേപ്പബിലിറ്റിയെ ജസ്റ്റ് അങ്ങ് ആ ബെഡ്റൂമിൽ തന്നെ കൃത്യമായിട്ട് തുളയിട്ട് പോയിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ജസ്റ്റ് ചുമരങ്ങ് തുളച്ചും കയറിപ്പോയി പൊട്ടിത്തെറിക്കുകയാണ്. ഇത്ര ആക്യുറേറ്റ് ആയിട്ടുള്ള പ്രിസിഷൻ സ്ട്രൈക്ക് മെത്തേഡ് ഇസ്രായേലിനെ കണ്ടുപിടിക്കണം. അതൊക്കെ എന്തായാലും G20 സമ്മിറ്റ് പൂർത്തിയായിരിക്കുന്നു. അടുത്ത വർഷത്തെ G20 നടത്തേണ്ടത് അമേരിക്കയാണ്. അപ്പോൾ അമേരിക്ക ശരിക്കും ഇത് ഡയറക്റ്റ് ആയിട്ട് ഇതിൻ്റെ ഒരു ഹാൻഡ് ഓവർ പ്രോസസ്സ് ഉണ്ട്. എല്ലാ G20യിലും ഈ അടുത്ത G20 നേതൃത്വം വഹിക്കുന്ന ആൾക്കാർ ഒരു ഹാൻഡ് ഷേക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൈമാറും. ഈ ചുറ്റിക പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ, അതൊക്കെ കൈമാറും. അപ്പോൾ അങ്ങനെ കൈമാറേണ്ട സാഹചര്യത്തിൽ അമേരിക്കയുടെ പൊസിഷനിൽ ആരുമില്ല. ഒരു empty ചെയർ ആയിരുന്നു അവിടെ ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റാമഫോസ പറഞ്ഞിരിക്കുന്നതിനെ കാണാൻ നിങ്ങൾ വന്നില്ലെങ്കിലും ഞാൻ അടുത്ത പ്രാവശ്യം താങ്കളെ കാണാൻ അമേരിക്കയിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. G20ക്ക് ട്രംപ് വരാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് അമേരിക്കയുടെ ഉള്ളിൽ തന്നെ ചർച്ചയാകുന്നത്, ജെഫ്രി സാക്സ് പോലത്തെ ആൾക്കാരൊക്കെ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ട്രംപ് ഒറ്റയ്ക്ക് വന്ന് എൻ്റയർ സ്റ്റേജ് അലങ്കരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. എല്ലാ അറ്റൻഷനും പുള്ളിക്കാരന് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പം അയാൾക്ക് പറ്റിയൊരു വേദിയല്ല G20. അപ്പോൾ അതുകൊണ്ട് നെക്സ്റ്റ് ഇയർ അമേരിക്കയിൽ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ പുള്ളി ഒരു ഷോ നടത്തുന്ന മറ്റുള്ള രാജ്യങ്ങൾ ഇത് കണ്ടക്ട് ചെയ്യുമ്പോൾ 20-ലോ 21-ലോ ഒരാളായിട്ട് വന്ന് കയറി പോകാൻ പുള്ളിക്ക് താല്പര്യമില്ല. അതാണ് പ്രധാനമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഈ G20യുമായിട്ടും സൗത്ത് ആഫ്രിക്കയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രശ്നങ്ങളുമില്ല. കാരണം സൗത്ത് ആഫ്രിക്കയും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നം വേറെയാണ്. അതായത് അവർ വെള്ളക്കാർക്കെതിരെ, അതായത് സൗത്ത് ആഫ്രിക്കയിലുള്ള വെള്ളക്കാർക്കെതിരെ ചില നടപടികളൊക്കെ ഈ റാമഫോസ ഗവൺമെൻറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ആഫ്രിക്കയിൽ അവർ കറുത്തവർക്കാരാണല്ലോ അവിടെ. ഈ വെള്ളക്കാർ എങ്ങനെയാണ് അവിടെ പോയതെന്നുള്ള ചരിത്രമൊക്കെ ട്രംപ് പഠിക്കേണ്ടതാണ്. അത് പഠിക്കാത്തതിൻ്റെ കുഴപ്പമാണിത്. അമേരിക്കയിലും ട്രംപ് ഉയർത്തിപ്പിടിക്കുന്നത് വെള്ളക്കാരെ അനുകൂലിച്ചുകൊണ്ടുള്ള ഫാർ റൈറ്റ് സപ്പോർട്ടിൻ്റെ നിലപാടാണല്ലോ ട്രംപിൻ്റേത്. അപ്പോൾ അങ്ങനെ ട്രംപിന് അങ്ങനെ ആവാം എന്നുണ്ടെങ്കിൽ റാമഫോസയ്ക്ക് ഇങ്ങനെ ആവാം. പക്ഷേ അത് അംഗീകരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ട്രംപിനില്ല.
അതാണ് വരാത്തത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ രണ്ട് അഭിപ്രായങ്ങളാണുള്ളത്. ഒന്ന് ആശയപരമായിട്ടുള്ള ഒരു പ്രശ്നം, രണ്ടാമത് ഇസ്രായേലിനെതിരെ എടുത്ത നടപടിയെ തുടർന്ന് ഇന്റർനാഷണൽ കോടതിയുമായിട്ട് ബന്ധപ്പെട്ട കേസുകളും അതിലൊക്കെ ഇടപെട്ടുകൊണ്ട് സൗത്ത് ആഫ്രിക്ക അവരുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് പാലസ്തീനെ മാത്രം സപ്പോർട്ട് ചെയ്ത് ഇസ്രായേലിനെതിരെ നിലപാടെടുത്തിരിക്കുന്ന സാഹചര്യം, ഇങ്ങനത്തെ രണ്ട് വിഷയങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ രണ്ട് വാദങ്ങൾക്കും ഉപരിയായിട്ടാണ് ട്രംപിന്റെ ആ ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസിന് ഒരു സ്പേസ് കിട്ടത്തില്ല എന്നുള്ള ഒരു വാദം കുറച്ച് മുന്നിട്ട് നിൽക്കുന്നത്. അതേപോലെ വെനിസുലയിൽ റഷ്യ ഇറങ്ങി കളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വെനിസുലയുടെ ഉള്ളിൽ നൊബേൽ സമ്മാനം വാങ്ങിച്ച ഒരു ലേഡി ഉണ്ടല്ലോ, ആ ലേഡി പുറത്തോട്ട് പോകാൻ പെർമിഷൻ ചോദിച്ചു. അപ്പോൾ അങ്ങനെ ചോദിച്ച സമയത്ത് നിങ്ങൾക്ക് പുറത്ത് പോകാനൊന്നും പറ്റത്തില്ല എന്നാണ് ആ രാജ്യത്തിൻ്റെ നിലവിലെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടത്തിൻ്റെ തീരുമാനം. കാരണം വേറെ ഒന്നുമില്ല, പുറത്ത് പോയിട്ട് അമേരിക്കയിലോ യൂറോപ്പിലൊക്കെ പോയിട്ട് വെനിസുലയ്ക്ക് നേരെ ആക്രമണം നടത്താൻ വേണ്ടിയിട്ടുള്ള ആ പദ്ധതിക്ക് കൂട്ടുചേരാൻ വേണ്ടിയിട്ട് പോകാനുള്ള ഒരു സാഹചര്യമാണ് നിക്കോളാസ് മദുറാവോ സംശയിക്കുന്നത് പുള്ളിക്കാരുടെ മേളിൽ. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരിയെ പുറത്ത് പോകണ്ട, അങ്ങനെ നിങ്ങൾ പുറത്ത് പോകുന്നെങ്കിൽ പിന്നീട് ഈ രാജ്യത്തിനുള്ളിൽ കടക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ ഭീഷണിപ്പെടുത്തി തടഞ്ഞു വെച്ചിരിക്കുകയാണ്. തടങ്കലിലൊന്നും വെച്ചിട്ടില്ല, ജസ്റ്റ് അവർക്കൊരു വാണിംഗ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് പുറത്ത് പോകാൻ കഴിയില്ല എന്നുള്ള രീതിയിലുള്ള റെസ്ട്രിക്ഷൻ. കാരണം രാജ്യം ആ രീതിയിലുള്ള ഒരു ക്രൈസിസിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ശരിക്കും പുടിൻ ഞാൻ കരുതിയത് വെനിസുലയെ ഈ ഒരു സാഹചര്യത്തിൽ സഹായിക്കാനുള്ള സാഹചര്യം വളരെ കുറവാണെന്നാണ് കരുതിയത്. പക്ഷേ അങ്ങനെയൊന്നുമല്ല. വെനിസുലയ്ക്ക് വേണ്ട ആയുധങ്ങൾ, എയർ ഡിഫൻസ് സിസ്റ്റം മുതലായ സംഭവ സാമഗ്രികളെല്ലാം അയച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഫുട്ടേജാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. വെനിസുലയ്ക്ക് വേണ്ട ആയുധങ്ങളൊക്കെ, എയർ ഡിഫൻസ് സിസ്റ്റം ഉൾപ്പെടെയുള്ള ആയുധങ്ങളെല്ലാം തന്നെ അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. അതായത് ഒരു മോറൽ സപ്പോർട്ട് പ്ലസ് കുറച്ച് ആയുധങ്ങളും കൂടെ കൊടുക്കുന്നുണ്ട്. അമേരിക്കയ്ക്കെതിരെ വെനിസുലയിൽ പോയി യുദ്ധം ചെയ്യുമെന്നല്ല ഞാൻ പറയുന്നത്, ഒരു മോറൽ സപ്പോർട്ട്, അതോടൊപ്പം കുറച്ച് ആയുധങ്ങൾ, ആ ഒരു സപ്പോർട്ടാണ് കൊടുക്കുന്നത്. പിന്നെ തുർക്കി വെനിസുലയുമായിട്ടുള്ള എല്ലാ ഫ്ലൈറ്റ് സർവീസും ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അവർ വെനിസുലയ്ക്കുള്ള എല്ലാ സർവീസുകളും തുർക്കി ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. കാരണം അവർ അമേരിക്കൻ ചേരിയിലുള്ള ആൾക്കാരാണ്, പോരാഞ്ഞിട്ട് അവർ നാറ്റോ അലയും കൂടിയാണ്. അപ്പോൾ അവർ ആ ഫ്ലൈറ്റ് സർവീസ് ക്യാൻസൽ ആക്കിയിരിക്കുകയാണ്. ഇത് അടുത്ത് നമ്മൾ നൈജീരിയയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, നൈജീരിയയിൽ കുറേ കാത്തലിക് ചർച്ചിൽ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികളെയൊക്കെ കടത്തിക്കൊണ്ട് പോയല്ലോ തീവ്രവാദികൾ. അപ്പം ഇവന്മാരെ ഫോക്കസ് ചെയ്ത് അവരുടെ കുറച്ച് സ്ഥലങ്ങൾ നൈജീരിയൻ ഗവൺമെൻറ് പോയി അറ്റാക്ക് ചെയ്ത് 38 പേരെ റെസ്ക്യൂ ചെയ്തതായിട്ടുള്ള വാർത്ത വരുന്നുണ്ട്. നൈജീരിയൻ ഗവൺമെൻറ്റിൻ്റെ ആ ഒരു ക്ലെയിം എത്രമാത്രം സത്യസന്ധമാണെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിലൊന്നും പറയാനില്ല എന്നുള്ളതാണ്. കാരണം നൈജീരിയൻ ഗവൺമെൻറ്റിനെ ഞാൻ വിശ്വസിക്കുന്നില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, 50 പേര് ഈ തീവ്രവാദികളുടെ പക്കൽ നിന്നും എസ്കേപ്പായി സ്വമേധയാ പുറത്ത് വന്നിട്ടുണ്ടെന്നുള്ള വാർത്ത വന്നിട്ടുണ്ട്. അതൊരു പക്ഷേ സത്യമാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ ഗവൺമെന്റ് റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവന്ന 38 എന്ന് പറയുന്നത് ആ ഫിഗർ തെറ്റാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ എന്നാലും പല പത്രമാധ്യമങ്ങളും ഇത് പ്രസിദ്ധീകരിക്കുന്നുണ്ട്, 38 പേരെ നൈജീരിയൻ ഗവൺമെന്റ് റെസ്ക്യൂ ചെയ്ത്. അപ്പോൾ റെസ്ക്യൂ പ്രോസസ്സ് കീപ്പ് ഓൺ കണ്ടിന്യൂയിങ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഇവർ പറയാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, ഇനി ഒരാഴ്ച കഴിയുമ്പോൾ ഇവർ പറയും ഈ കടത്തിക്കൊണ്ടുപോയ എല്ലാവരെയും തന്നെ ഞങ്ങൾ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവന്നു എന്നുള്ളൊരു അവകാശവാദം നൈജീരിയൻ ഗവൺമെന്റ് ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഫാക്ട് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സത്യമാവാനുള്ള സാധ്യത വളരെ കുറവുമാണ്. കാരണം ഇതിനു മുമ്പും ഇതേപോലത്തെ രേഖകളൊക്കെ ഇവർ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാൽ ഈ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ഈ കുട്ടികൾ ഇതേപോലെ പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ത്യക്കുള്ളിൽ അനധികൃതമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്ന ബംഗ്ലാദേശികൾ ഇപ്പം നെട്ടോട്ടം ഓടുകയാണ്. ഇപ്പുറത്തെ വെസ്റ്റ് ബംഗാളിൽ ബംഗ്ലാദേശ് ബോർഡർ തുറക്കും, ഞങ്ങൾ അങ്ങോട്ട് നടന്നു പൊയ്ക്കോളാം. ഈ കന്നുകാലി മേയ്ക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് ഇന്ത്യയുടെ BSF ബോർഡറൊക്കെ തുറന്നു കൊടുക്കാറുണ്ട്. അത് റെഗുലറായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. കാരണം ഇന്ത്യക്കുള്ളിൽ തന്നെയുള്ള ഇന്ത്യക്കാരുടെ കുറച്ച് ലാൻഡ് ബംഗ്ലാദേശിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അതേപോലെ ബംഗ്ലാദേശിനുള്ളിൽ താമസിക്കുന്ന കുറച്ച് ആൾക്കാരുടെ ലാൻഡ്, കൃഷിഭൂമി ഇന്ത്യക്കുള്ളിലുണ്ട്. അവർ ഡെയിലി രാവിലെയും വൈകിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബോർഡർ ക്രോസ് ചെയ്യും. ആ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഈ BSF ആണ് ഇതിൻ്റെ ഗേറ്റൊക്കെ തുറന്നു കൊടുക്കുന്നത്. അപ്പോൾ ചെക്കിംഗ് ഒക്കെ ഉണ്ടാവും. ഇപ്പം ഈ ഒരു ഇടപ്പെട്ട കാലത്ത്, പ്രത്യേകിച്ചും ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം കൂടുതൽ ആൾക്കാർ ഡെയിലി 100-150 ആൾക്കാർ വെച്ചിട്ട് അധികം ഈ ബോർഡറിലൂടെ ക്രോസ് ചെയ്ത് ഇന്ത്യയിൽ നിന്നും ബംഗ്ലാദേശിലേക്ക് എത്തുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നെട്ടോട്ടം ഓടുകയാണ്, നാട് വിട്ട് ഓടുകയാണ്, ചീറിപ്പാഞ്ഞ് രക്ഷപ്പെട്ട് പോവുകയാണ്. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ ആലോചിച്ചത്, അവന്മാർ എത്ര സുഖമായിട്ടാണ് ഇന്ത്യക്കുള്ളിൽ വന്ന് ഇങ്ങനെ കഴിഞ്ഞു കൂടുന്നത്. എന്നിട്ട് പണിയുന്നത് മൊത്തം ഇന്ത്യക്കെതിരെ. ഇന്ത്യക്കുള്ളിൽ ഇങ്ങനെ ആൾക്കാരെ കടത്തി വിട്ടിട്ട് തീവ്രവാദ പ്രസ്ഥാനങ്ങൾ എങ്ങനെ പ്രവർത്തിപ്പിക്കാം, എവിടെ പൊട്ടിത്തെറിപ്പിക്കാം, എന്തൊക്കെ പാർട്ടിസിപ്പേഷൻ നമുക്ക് ചെയ്യാം. അതായത് ഈ അവർ ചെയ്യുന്നത് പുണ്യപ്രവൃത്തിയാണ്. ഏതാണ് ഈ പൊട്ടിത്തെറിപ്പിക്കുന്നത്. അപ്പോൾ ആ പുണ്യപ്രവൃത്തിയിൽ എങ്ങനെ നമുക്കും കൂടി പങ്കുചേരാം, എനിക്കും കൂടെ സ്വർഗം എങ്ങനെ ഉറപ്പുവരുത്താം എന്നുള്ള ചിന്തയാണ് ഇവന്മാർക്കുള്ളത്. ഇന്നത്തെ ഒരുവിധം ഇഷ്യൂസ് എല്ലാം തന്നെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.